9 കൊല്ലവും ഇല്ലാത്ത വികസനമാണ് ഇപ്പോൾ പിണറായി സർക്കാർ ശബരിമലയിൽ കൊണ്ടുവരാൻ പോകുന്നത്. അത് തുറന്നു കാണിച്ചുകൊണ്ട് വി.ഡി. സതീശൻ എത്തിയിട്ടുമുണ്ട്. ആഗോള അയ്യപ്പ സംഗമം ഭക്തജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണെന്നത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കപട ഭക്തിയാണിത്. ജനങ്ങൾക്ക് ശബരിമലയിൽ നടക്കുന്നത് എന്താണെന്നറിയാം. സർക്കാർ വർഗീയവാദികൾക്ക് ഇടമുണ്ടാക്കി കൊടുക്കുകയാണെന്നും സതീശൻ ആഞ്ഞടിച്ചു. കഴിഞ്ഞ 9 വർഷമായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പദ്ധതിക്കായി കൈമാറേണ്ട 10 കോടി രൂപ ഇനിയും നൽകിയിട്ടില്ല. ഭക്തരുടെ വിശ്വാസത്തെ പരിഹസിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേത്. ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറയുമ്പോഴും അവിടെ യാതൊരു പുരോഗതിയും ഇല്ലെന്നും സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. ശബരിമലയിലേത് മതാതീത ആത്മീയതയാണെന്നും ശബരിമലയെ ശക്തിപ്പെടുത്തണമെന്നുമാണ് മുഖ്യന് പറയാനുള്ളത്. വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ സ്ഥലമാണ് ശബരിമല. ഭക്തരോട് ചേർന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും ഭക്തരെല്ലാം ഇതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുവെന്നും യഥാർത്ഥ ഭക്തർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ എന്നുമാണ് മുഖ്യൻ പറയുന്നത്. ഭക്തി കേവലം പരിവേഷമായി അണിയാൻ നോക്കിയവർക്ക് പ്രത്യേക അജണ്ട ഉണ്ടാകാമെന്നും അതിനാൽ അവർ സംഗമം തടയാൻ ശ്രമിച്ചെന്നുമാണ് മുഖ്യമന്ത്രിയുടെ വാദം. ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമിയെയും രമണ മഹർഷിയെയും ഉൾപ്പെടെ പ്രസംഗത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇത്രകാലം എന്താണെന്നറിയില്ല, ഈ ബോധമോ മനോഭാവമോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല താനും. എന്തായാലും സർക്കാർ ക്ഷണിച്ചതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ മാത്രമേ എത്തിയിട്ടുള്ളൂ. മറ്റു സംസ്ഥാനങ്ങളായ ആന്ധ്ര, കർണാടക ഇവിടെ നിന്നൊന്നും ആരും ക്ഷണം സ്വീകരിക്കാത്തതിന്റെ പിന്നിൽ രാഷ്ട്രീയ ചരടുവലി എന്നാണ് അനുമാനം. അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി 3 വേദികളിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഈ ചർച്ചയിലൊക്കെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് 10 അംഗ സംഘമാണ്. മന്ത്രി വി.എൻ. വാസവൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് P.S. പ്രശാന്ത്, ദേവസ്വം വകുപ്പ് സെക്രട്ടറി M.G. രാജമാണിക്യം, ജില്ലാ കളക്ടർ S. പ്രേംകുമാർ, തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ ബാബു, പളനിവേൽ ത്യാഗരാജൻ തുടങ്ങിയവർ ചടങ്ങിൽ എത്തിച്ചേർന്നിരുന്നു. സംഗമത്തിന്റെ പേരിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷവും ബി.ജെ.പിയും ഉൾപ്പെടെ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ശബരിമലയിലെ പ്രധാന ഗോത്ര വിഭാഗമായ മല അരയ ഗോത്ര സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഐക്യ മല അരയ മഹാസഭയും അവസാന നിമിഷം പരിപാടിയിൽ നിന്നും പിന്മാറിയ സ്ഥിതിയാണ് കാണാനായത്. അതേസമയം അയ്യപ്പ സംഗമം തുടങ്ങിയതോടെ പരിപൂർണമായ നിലപാട് മാറ്റമാണ് അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് വരെ ഉണ്ടായിരുന്നത്. ജനങ്ങളുടെ വികാരം മാനിക്കുന്ന ഗവൺമെന്റാണ് ഇതെന്നും വിധി നടപ്പിലാക്കുക മാത്രമാണ് സർക്കാർ ചെയ്തെന്നുമാണ് കടകംപള്ളിയുടെ മാധ്യമങ്ങളോടുള്ള മറുപടി. അന്ന് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധനാണെന്ന് പറഞ്ഞ മന്ത്രിയാണ് ഇപ്പോൾ വിധി തെറ്റെന്ന് പ്രഖ്യാപിക്കുന്നത്.